welcome to Xylem Learning. I know that we are meeting for the first time. Yes, first time I'm meeting. So first, let me introduce myself. I'm Anvara. Anvara. Okay, ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ഏത് സബ്ജക്റ്റ് ആണെന്ന് അറിയോ? യെസ്, ഇവിടെ എൻ്റെ ബാക്കിലുള്ള സ്ലൈഡിൽ നിങ്ങളുടെ ചാപ്റ്ററിന്റെ പേര് കണ്ട you might have understood. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും which subject I am teaching you. അല്ലേ മിസ് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്? യെസ്, I am teaching English for you people. Okay, നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് ചില്ലായിട്ട് പഠിപ്പിക്കുന്ന ആരാണ്? മിസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. മിസ് പേര് പറഞ്ഞു തന്നു, ഏത് സബ്ജക്റ്റ് ആണ് മിസ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് ബൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് കുട്ടികളെ ഇങ്ങനെ ഹെവി ആക്കി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ട് എന്ത് ചെയ്യും, കൂടുതൽ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങളെ ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ ചാപ്റ്റേഴ്സിനോട് വേറെയുള്ള ചാപ്റ്റേഴ്സ് ഫോളോ ചെയ്ത് വരുന്ന നിങ്ങളുടെ ആക്ടിവിറ്റീസും ഗ്രാമർ പോർഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ അപ്ലോഡ് ചെയ്യും. റൈറ്റ്? ഓക്കെ, അപ്പൊ ടുഡേ we are going to learn the summary of a beautiful poem. You know that which poem we are going to learn today, അല്ലേ? ഇന്ന് ഏതാണ് നമ്മൾ പഠിക്കുന്നത്? It is my shadow. Yes, shadow ആണ്. അതും ആർതാണ്? We know that when we are children, അല്ലേ, when we are children we like to play with shadows. അല്ലേ, ശരിക്കും നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഒക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ ഓൾമോസ്റ്റ് എന്താണ് കറണ്ട് പോവാറില്ല. റൈറ്റ്? അപ്പൊ ശരിക്കും ഐ ഫീൽ ലൈക്ക് എന്താണ്, ഇന്ന് അങ്ങനെ അധികം ആരും എന്ത് ചെയ്യുന്നില്ല, നിഴൽ കാണുന്നില്ല അല്ലേ? യെസ്, പണ്ടൊക്കെ പവർ കട്ടുകളുടെ സമയത്താണ് വി ഓൾ യൂസ് ടു പ്ലേ വിത്ത് ഷാഡോ. അപ്പോൾ നിഴൽ നോക്കാനും നിഴലിന്റെ കൂടെ ഈ കളിക്കാനൊക്കെ എന്താണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോം എന്ന് പറയുന്നത് എ ബോയ് ഹി ലൈക്സ് ടു സീ ഹിസ് ഷാഡോ ആൻഡ് ഓൾസോ എന്താണ്, ഹി ഗെറ്റ്സ് വെരി ക്യൂരിയസ് വിത്ത് ഹിസ് ഷാഡോ. ഓക്കെ, വെൻ ഹി സീസ് ഇറ്റ്, അവന്റെ എന്താണ്, ഹി ഈസ് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ആ ഒരു ഷാഡോ നിഴൽ കാണുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റഡ്. അവന്റെ പോലെ തന്നെ ആ മൂവ്മെന്റ് വേറൊരാൾ ചെയ്യുന്നതായിട്ട് കാണാനും അത് എൻജോയ് ചെയ്യാനൊക്കെ ആർക്ക് ഇഷ്ടമാണ്? നിങ്ങളെ പോലെ ഒരു കുഞ്ഞു പയ്യനാണല്ലേ. അപ്പൊ അവൻ എന്താണ്, ഹി ലൈക്സ് ടു വാച്ച് ഹിസ് ഷാഡോസ് മൂവ്മെന്റ്സ്, ഹിസ് ആക്ടിവിറ്റീസ്. അവന്റെ ഷാഡോന്റെ ആക്ടിവിറ്റീസ് മൂവ്മെന്റ്സ് കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, നൗ ദ അതർ ക്വസ്റ്റ്യൻ ഈസ്, അല്ലെങ്കിൽ ദ അതർ തിങ് ഈസ്, ഹു റോട്ട് ദ പോയം ആക്ച്വലി? ആരാണ് ശരിക്കും പറഞ്ഞ ഈ പോം എഴുതിയത്? ഇറ്റ് ഈസ് റിട്ടൺ ബൈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ആരാ എഴുതിയത്? ഇറ്റ് ഈസ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് എന്ത് ചെയ്തത്, ആക്ച്വലി ഈ പോം എഴുതിയത് അല്ലേ? ഈ പോം എഴുതിയത് ആരാണ്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. എന്തുകൊണ്ടാണ് നമ്മൾ പോയിറ്റിന്റെ പേര് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്? ബിക്കോസ് വി നോ ദാറ്റ് സിൻസ് വി ആർ ലേണിംഗ് ലിറ്ററേച്ചർ ആൻഡ് വെൻ വി ആർ റൈറ്റിംഗ് എ പോം ഇൻ അവർ എക്സാം ഷീറ്റ് വി നീഡ് ടു റൈറ്റ് ദ നെയിം ഓഫ് ദി റൈറ്റർ ഓർ ദി ഓത്തർ. നമ്മളെ എക്സാമിനൊക്കെ നിങ്ങൾക്ക് അറിയാം, CBSEയിലൊക്കെ എന്താണ് എപ്പോഴും എന്ത് ചെയ്യും, നിങ്ങളോട് 8 ലൈൻസ് എഴുതാൻ പറയും അല്ലേ? അപ്പൊ ആ 8 ലൈൻസ് എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ടൈറ്റിൽ അതേപോലത്തെ എന്താണ്, ആക്ച്വലി നമ്മൾ ഈ പറയുന്ന റൈറ്ററുടെ പേര്, ഓത്തറുടെ പേര്, പോയിറ്റിന്റെ പേര് എന്താണ്, ദാറ്റ് ഈസ് മച്ച് ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. അതുകൊണ്ട് തന്നെ ഈ പേര് മിസ് ഹൈലൈറ്റ് ചെയ്തത് ഒരു 2-3 times repeated. Right? Now we are moving to the next slide. Here, whom you can see. ആരെ നിങ്ങൾ കാണുന്നവിടെ? ടെൽ മീ. ഹിയർ യു ക്യാൻ സീ ആ പോയറ്റ്. ആരാ ഇവിടെ കാണുന്നത്? നമ്മുടെ പോയറ്റിനാ അല്ലേ? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് എന്ത്, ഇവിടുത്തെ പോയറ്റ്. നൗ ലെറ്റ്സ് ഡിസ്കസ് എ ഫ്യൂ പോയിന്റ്സ് അബൌട്ട് ഹിം. ഹി വാസ് എ വെരി പ്രൊമിനന്റ് സ്കോട്ടിഷ് പോയറ്റ് ആൻഡ് ഓത്തർ. സോ ഹി വാസ് എ സ്കോട്ടിഷ് പോയറ്റ്. ഓക്കെ, ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്കോട്ടിഷ് പോയറ്റ് ആയിരുന്നു ആര്? നമ്മുടെ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നോക്കി, നിങ്ങൾക്ക് ഈ പോയാണ് പഠിക്കാനുള്ളത്. ഇദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോം നമ്മുടെ 8th പഠിക്കാനുണ്ട്, സ്റ്റേറ്റ് സിലബസിൽ. ഫ്രം ദ റെയിൽവേ കാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്. ഇപ്പൊ ഇവിടെ നോക്കി ഷാഡോനെ കുറിച്ചാണ് അദ്ദേഹം അതിൽ പറയുന്ന റെയിൽവേ കാരേജിന്റെ കുട്ടി അദ്ദേഹം ചെറുതാവുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ പറഞ്ഞാ എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഓരോരുത്തരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതും നമുക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്നതും നമ്മളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ തീമായിരിക്കും ഇദ്ദേഹം തിരഞ്ഞെടുക്കാം. സോ ലെറ്റ്സ് ഡിസ്കസ് വൺ മോർ തിങ്. ഹി ഹാസ് റിട്ടൺ മെനി ബുക്സ് ഓൺ ഫിക്ഷൻ ആൻഡ് ട്രാവൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞു റെയിൽവേ കാരേജിലെ. അപ്പൊ അദ്ദേഹം എന്താണ്, ഒരുപാട് കഥകളും അതേപോലെ തന്നെ ട്രാവലിങ്ങിനെ കുറിച്ച് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക്സ് എഴുതിയിട്ടുണ്ട്. സം ഓഫ് ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ട്രഷർ ഐലൻഡ്, കിഡ്നാപ്പ് ആൻഡ് സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജിക്കേൽ ആൻഡ് മിസ്റ്റർ ഹൈറ്റ്. ഓക്കെ, ഈ 3 എന്താണ് ഇദ്ദേഹത്തിന് വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള, എന്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 3 വർക്ക്സ് ആണ്. ഓക്കെ, വിച്ച് ആർ ദേ? ഏതൊക്കെയാ?
It is first one, it is Treasure Island. Treasure Island വായിക്കാത്ത ഒരു കുട്ടികളും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുന്നില്ല CBSE സിലബസിലൊക്കെ, എസ്പെഷ്യലി അല്ലേ നിങ്ങൾ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ ട്രഷർ ഐലൻഡ് ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലെ, ഭയങ്കര രസമാണ് നമുക്കത്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് കിഡ്നാപ്ഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ Jekyll and Mr. Hyde. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ചു നോക്കൂ. ഓക്കെ, സോ ലെറ്റ് മീ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കൂ നിങ്ങൾ, theme of the poem. Next we are going to learn what is the theme of the poem. നമുക്കറിയാം actually when we learn a poem, when we learn a story, when we learn something, അതിൽ എന്തുണ്ടാകും, there will be a point, right? അതിൽ എന്തുണ്ടാകും, ഒരു point ഉണ്ടാകും. Okay, അപ്പോൾ നോക്കൂ ഇവിടെ, the theme of the poem is to portray how a child gets excited and thrilled by his own shadow. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പോയത്തിൽ എന്താ പഠിക്കുന്നത്, എങ്ങനെയാണ്, ഇവിടെ നോക്കൂ, how a child gets excited, how a child like you, he or she gets excited and thrilled by his own shadow. അപ്പൊ സ്വന്തം നിഴൽ കണ്ടിട്ട് എങ്ങനെയാണ് ഒരു കുട്ടി ഭയങ്കര ത്രിൽഡ് ആവുന്നത്, ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതാണ് എന്ത് നമ്മളിവിടെ പഠിക്കുന്നത്. The child is curious and wonders how the shadows keep changing for everyone. The child is curious and wonders how the shadows keep changing for everyone. So the child wants to know that how the shadow it is changing for everyone. എല്ലാവർക്കും അനുസരിച്ചിട്ട് എന്തോ ഷാഡോ ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പൊ ദ തിങ് ഈസ് എന്താണ്, നമ്മളെ ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിൽ ഉണ്ടാവുക. അപ്പൊ ദ ചൈൽഡ് എന്താ വിചാരിക്കുന്നത്, ഇത് എന്താ എന്റെ ഷാഡോ ഒരുപോലെ, മറ്റൊരു ഷാഡോ വേറെ രീതിയിൽ. അപ്പൊ ഇറ്റ് ഈസ് ചേഞ്ചിങ്, വൈ ഇറ്റ് ഈസ് ചേഞ്ചിങ്, ഇത് എന്തിനാ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ്. ദ ലിറ്റിൽ ബോയ്, ദ ഇന്നസെന്റ് ബോയ്, ഹി thinks that. Okay, now the next point in the, he is impressed by his own shadow and so he starts notice everything about his shadow. He is impressed by his own shadow. അയാൾ എന്താ പറയുന്നത്, he is impressed by his own shadow. അവൻ എന്തുണ്ട്, അവന്റെ ഷാഡോ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. he is very happy to see his shadow, he is very happy to play with shadow now. So he start noticing everything about his shadow. അതുകൊണ്ട് തന്നെ എന്താണ്, he likes to notice everything. അപ്പൊ അവനും എല്ലാ മൂവ്മെന്റ് എന്താണ്, he jumps, he walks, he runs, he dances, everything he does. അപ്പൊ ഓരോ സംഗതി ചെയ്യുന്ന സമയത്തോ he just watches what his shadow does. അവൻ എന്ത് നോക്കും, അവന്റെ ഷാഡോ ഓൾസോ എന്താണ് ചെയ്യുന്നത് എന്ത് ചെയ്യും, അവൻ നോക്കും. ഓക്കെ, the shadow moves with him wherever he goes and does everything the child does. എന്താ പറയുന്നത്, the shadow moves with him. shadow എങ്ങനെ മൂവ് ചെയ്യുന്നത്, the shadow moves with him wherever he goes and does everything the child does. നമ്മൾ പറഞ്ഞു അവൻ ചെയ്യുന്നതൊക്കെ ചെയ്യും, പോകുന്നിടത്തൊക്കെ പോകും. next one, this builds more curiosity in the child. എന്താണ് നെക്സ്റ്റ് പോയിന്റ് ഇവിടെ പറയുന്നത്, the child this builds more curiosity. so when the child he sees the movement, when the child he sees the movement, എന്താ അവന്റെ, the builds more curiosity in the child. curiosity ആണ് എന്ത് ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നത്. അവർ കൂടുതൽ എന്താണ്, ആകാംക്ഷയാണ്. ഓക്കെ, now the next thing is summary of the poem by my shadow. നോക്കൂ, summary of the poem ഏതാണ് നോക്കാം. ഇവിടെ എന്താണ് നമ്മൾ ഈ പോയത്തിൽ ശരിക്കും ഒരു രത്ന ചുരുക്കം അല്ലേ, a short summary we can discuss. we will get an idea about the poem. ഈ പോയത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഐഡിയ ആദ്യം ഉണ്ടാക്കി എടുക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, stanza by stanza നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. now let's see, in this poem Robert Louis Stevenson says everyone has a shadow of himself but he cannot understand the use of it. so the poet he's telling us, the poet he is telling us, he is sharing to us, നമ്മളടുത്ത് പറയാണ് everyone has a shadow. എല്ലാവർക്കും എന്തുണ്ട്, ഷാഡോ ഉണ്ട്. but he cannot understand the use of it. okay, but he cannot understand the use of it. അപ്പൊ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എന്താണ് അതിന്റെ ഉപയോഗം എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഷാഡോ അതിന്റെ യൂസ് എന്താന്നുള്ളത് ഒരിക്കലും നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. it resembles a human being and behaves like a child. അപ്പൊ it resembles, it എന്താ പറയാ, represents it എന്താണ്, ഇത് ആരെ പോലെയാണ് പ്രതിനിധീകരിക്കുന്നത്, ഒരു കുട്ടിയെ പോലാണ് അല്ലെ. നോക്കൂ നിങ്ങള്, behaves like a child. അപ്പൊ ഷാഡോ ഓൾസോ എന്താണ്, വേറൊരു ക്യാരക്ടർ, വേറൊരു വ്യക്തിയെ പോലെ, വേറൊരു കുട്ടിയെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഷാഡോ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, it behaves like എന്താണ്, a small child അല്ലേ. അപ്പൊ whatever does the boy, അവൻ എന്തൊക്കെ ചെയ്യുമ്പോഴും the shadow also എന്താണ്, it moves along with that. അതോടൊപ്പം എന്ത് ചെയ്യും, അത് അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യും, അങ്ങ് ചലിക്കും. next one it is the shadow jumps when he jumps. നോക്കൂ, the shadow it jumps when the boy, when the child he jumps. okay, now the shadow it runs when the boy runs. അപ്പോ when the kid he jumps, the shadow also jumps. when
the boy runs, the shadow also runs. അവൻ ഓടുമ്പോൾ എന്ത് ചെയ്യും? ഇവനോടും. ഇവനെ വെച്ച് ഡാൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? The shadow dances. അപ്പൊ എന്താണോ, whatever does the boy do, അവൻ എന്താണോ ചെയ്യുന്നത്, the same thing who will repeat, the shadow will repeat. Now the shadow follows him wherever he goes. അതേപോലെ തന്നെ എവിടേക്ക് ഈ കുട്ടി പോകുന്നുണ്ടോ, the child wherever he goes, the shadow follows him. എന്ത് ചെയ്യും? ഫോളോ ചെയ്യും അല്ലേ? The shadow is always behind him. അപ്പൊ എന്താ പറയുന്നത്? ഈ ഷാഡോ എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് ബിഹൈൻഡ് ഹിം. ഷാഡോ എന്തിന്റെ ബാക്കിലുണ്ട്? ബിഹൈൻഡ് ഹിം, അവന്റെ ബാക്കിലുണ്ട്. നെവർ കമ്മിങ് ഇൻ ഫ്രണ്ട്. അപ്പൊ ആക്ച്വലി നമുക്ക് എപ്പോഴും നിഴൽ എവിടെ ഉണ്ടാവും? നമ്മളെ പിന്നിലുണ്ടാകും. നെവർ ഇറ്റ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അല്ലെങ്കിൽ നെവർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രണ്ട്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അവന്റെ മുന്നിലേക്ക് ഷാഡോ എന്ത് ചെയ്യുന്നില്ല? ഷാഡോ വരുന്നില്ല. The poet wonders why the size of the shadow does not grow. Sometimes it becomes as large as Indian bouncing ball. നോക്കിയേ, ചില സമയത്ത് എന്താ പറയുന്നത്? ഷാഡോ എന്ത് ചെയ്യും? ഈ പറയുന്ന ബൗൺസിങ് ബോൾ പോലെ എന്ത് ചെയ്യും? അത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാറുണ്ട്, അല്ലെങ്കിൽ ഉയരത്തേക്ക് വരാറുണ്ട്. ബട്ട് ഇറ്റ് നെവർ ഗ്രോസ് അപ്പ്. അത് ഒരിക്കലും എന്താവുന്നില്ല? പൂർണ്ണമായിട്ട് വലുതാവുന്നില്ല. ആൻഡ് ഷോർട്ടർ ദാൻ നോബഡി ലൈക്സ് ഹിം. അതേപോലെ എന്താണ്? അവനെ പോലെ തന്നെ എന്താവുന്നില്ല? അവനെക്കാളും ചെറുതാവുന്നില്ല. അപ്പൊ ഒരുപാട് വലുതാവുന്നില്ല, ഒരുപാട് ചെറുതും എന്ത് ചെയ്യുന്നില്ല? The shadow, it doesn't change like that. Now one day the poet got up before the sunrise. ഒരു ദിവസം എന്ത് ചെയ്തു? The poet he got up before the sunrise. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മുടെ പോയിട്ട് എന്ത് ചെയ്തു? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കേട്ടോ. വളരെ നല്ല ആളാണ്. നേരത്തെ കാലത്ത് എന്ത് ചെയ്യുന്നത്? രാവിലെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട് അല്ലേ? സോ ഹി ഗോട്ട് അപ്പ്, ഹി വോക്ക് അപ്പ് ബിഫോർ ദ സൺറൈസ്. സൺറൈസിന് ശേഷം എന്ത് ചെയ്തു? ആൾ എന്ത് ചെയ്ത്? ഹി ഗോട്ട് അപ്പ്, ഹി വോക്ക് അപ്പ്. നൗ ഹി സോ മോയ്സ്ചർ ഓൺ യെല്ലോ ഫ്ലവർ ബട്ട് ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഷാഡോ വിത്ത് ഹിം. അങ്ങനെ അവൻ വിചാരിച്ച എന്താണ്? എല്ലാ വസ്തുക്കൾക്കും എല്ലാത്തിനും എന്തുണ്ടാകും? ഷാഡോ ഉണ്ടോ? ഇപ്പൊ സൂപ്പർമാൻ ഹാസ് എന്താണ്? ഹിസ് ഓൺ ഷാഡോ. സ്പൈഡർമാൻ ഹാസ് ഹിസ് ഓൺ ഷാഡോ. വേറെ ആരാണ്? ക്യാപ്റ്റൻ അമേരിക്ക, ഹി ഹാസ് ഹിസ് ഓൺ ഷാഡോ. An aeroplane, it will have its own shadow. അവൻ വിചാരിച്ച എന്താണ്? എന്ത് സംഗതി നോക്കുമ്പോൾ എന്തുണ്ടാവും? ഷാഡോ. സോ when he got up before sunrise and when he checked a flower, ഒരു പൂവ് നോക്കി. ഓക്കെ, അവന് എന്താണ് നോക്കി? ഇവിടെ ഒരു ഫ്ലവർ, ഒരു യെല്ലോ ഫ്ലവർ നോക്കി. അതിന്റെ മേലെ എന്തുണ്ട്? ഇതേപോലെ ഫുള്ള് വെറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. മോയ്സ്ചറൈസ്ഡ് ആണ്. ഓക്കെ, ഫുള്ള് വെള്ളത്തുള്ളികളുണ്ട്. അവൻ ചിന്തിക്കുകയാണ്, he could not find his shadow with him. അവൻ എന്ത് പറ്റുന്നില്ല? അതിന്റെ ഷാഡോ മാത്രം കാണാൻ കഴിയുന്നില്ല. He thought that the shadow was still sleeping and he was lazy, but he wondered if the shadow had gone to bed before him. He thought that the shadow was still sleeping. So he thought that ഈ ഫ്ലവറിന് എന്തുണ്ട്? The flower also has എന്താണ്? its shadow, but it is sleeping. I think the flower woke up, but the shadow is sleeping. If it is the flower and if it is the shadow, this is sleeping. The shadow is sleeping and the shadow is a bit lazy one. The shadow എന്താണ്? It's a bit lazy one എന്ന് ആർക്ക് തോന്നാണ്? നമ്മുടെ ബോയ്ക്ക് തോന്നാണ്. And he was lazy but he wondered if the shadow had gone to bed before him. അതുമല്ല, അപ്പൊ അവൻ അങ്ങനെ അത്ഭുതത്തോട് ചിന്തിക്കാണ്, wanted if the shadow had gone to bed before him. ഒരു പക്ഷെ എന്താണ്? നേരത്തെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെക്കാളും മുൻപ് എന്തിട്ടുണ്ടാവും? കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവോ എന്നൊക്കെ ആര് ചിന്തിക്കാണ്? അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് ഷാഡോ പുറത്തേക്കുന്നില്ല? സോ ഫ്ലവറിന്റെ ഷാഡോ എന്താണ്? ഫ്ലവർ ഷാഡോ ഈസ് വെരി ലേസി. എന്റെ ഷാഡോ പോലെ എന്തല്ല? ഹീസ് നോട്ട് ആക്റ്റീവ്, ഹീസ് നോട്ട് എന്താണ്? എനർജറ്റിക്. The flower shadow is lethargic. Lethargic എന്ന് പറഞ്ഞാൽ എന്താ? നോ എനർജി അല്ലെ? വെരി എന്താണ്? ലേസി, കാം അല്ലെ? ഭയങ്കര എന്താണ്? ഭയങ്കര മൂടി ഒക്കെ ആണ് ആര് വിചാരിക്കുന്നത്? The boy is thinking, right? അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ ബോയ് സംസാരിക്കുന്നത് അല്ലേ? So when he jumps, the shadow also jumps. When he runs, the shadow runs. When he flies, the shadow flies. So whatever he does, അവൻ എന്തൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്? The shadow also does the same thing or the shadow follows that, right? So this is the thing, right? ഇതാണ് എന്ത്? നമ്മുടെ കാര്യം. Okay, so we learn the summary now. So today we could learn the summary. Then next class onwards we'll do the activities, and also before doing the activity, why don't we study our poem stanza wise, right? നമ്മൾ ഇത് പഠിക്കണ്ടേ? poem detail ആയിട്ട് പഠിക്കണം. For that I will be back with your poem and its explanation and its appreciation. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കണം. Okay, you people should wait for me, wait for my video. Next video also, see you soon. See you with a new content. Till that, you take care and thank you so much.